ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഒത്തിരി ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച കോംബോ ചെയ്യാത്തതുകൊണ്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, കോംബോ ആയിട്ടൊന്ന് സെറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കോംബോ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് പ്ലാൻസ് ആയി പ്രാവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ രണ്ട് കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഇൻഡോറിലേക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടാണ്. റീസെയിലൊക്കെ നടക്കുന്നവർക്കും സെറ്റ് ചെയ്തൊക്കെ കൊടുക്കാൻ പാകത്തിനൊക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ചോയ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പേ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ 3 മാസം ഇതൊന്നും സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൺലൈൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലാത്തതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്കൊരു സംശയമായിരുന്നു, ഇനിയിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന്. ഇത് ചെടികളുടെ ഇതൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഒത്തിരി നമുക്കിടെ ഇന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കുന്നവർ ഒത്തിരി പേര് ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, വന്നോ എന്ന് ചോദിച്ചിട്ട് എടുക്കണം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ട്. അതിൽ പുതിയ കസ്റ്റമേഴ്സും ഇതെല്ലാം. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. 3 മാസത്തൊക്കെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷം, ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പീസ് ലില്ലി എപ്പോഴും നമുക്ക് ഇൻഡോറിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ പീസ് ലില്ലിയുടെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് വാട്ടറിംഗ് പോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് നാൾ മുമ്പ്. ഒരു ഇമ്പോർട്ടഡ് വെറൈറ്റി ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ തന്നെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. നല്ല ഒരു ഡാർക്ക് കളർന്ന ഒരു ബ്ലാക്ക് കളർന്ന ഒരു ലീഫായിട്ട് വരുന്ന ഒരു ഇതട്ട. പക്ഷേ ബ്ലാക്ക് ഇതല്ല കേട്ടോ, ഇതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ബ്ലാക്ക് പീസ് ലില്ലി, അതല്ല കേട്ടോ. പക്ഷേ ഇലയ്ക്ക് ഒരു നല്ല ഡാർക്കായിട്ട് അങ്ങനെ വരുന്ന ഒരു വെറൈറ്റി കേട്ടോ. ആദ്യത്തെ ഈ കോംബോയിൽ 3 പ്ലാന്റുകൾ അവളുടെ, അതിലെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇങ്ങനെ നല്ല തിക്കായിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ചെറുത് നോക്കി ഞാൻ എടുത്തേക്കുന്നതാണ് കേട്ടോ. അതാ ഈ ഒരു സൈസൊക്കെ എടുത്തേക്കുന്നത്. പക്ഷെ ബാക്കിയൊക്കെ വരുന്നതൊക്കെ അതാ ഇങ്ങനെ തിക്കായിട്ടുള്ള പോട്ട്. അപ്പം ഞാൻ അതിൽ ഏറ്റവും ചെറുത് നോക്കിയാൽ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അതാ ഇത് കണ്ടോ, ഇതൊക്കെ നല്ല തിക്കായിട്ടുള്ള പോട്ടുകളാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നവർക്ക് വിഷമം വരണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഏറ്റവും മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറുതായിട്ടുള്ളതാണ് ഞാൻ കോംബോയിൽ എപ്പോഴും കാണിക്കാറുള്ളൂ. പക്ഷേ വിടുമ്പോൾ മിക്കവാറും അങ്ങനത്തെ വലിയതൊക്കെ ആയിരിക്കും വിടുന്നത്. അതായത് കണ്ടോ, പൂക്കളൊക്കെ ഒത്തിരിയൊക്കെ ഉള്ളതാണ് ഇരിക്കുന്നത് കൂടുതൽ. പക്ഷേ ഇതിൽ ചിലതിൽ പൂക്കൾ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും വിടുന്നത് കേട്ടോ. അതാ ഇങ്ങനെ. പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡോറിലേക്ക് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മളുടെ ടേബിൾ ടോപ്പിലൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ബാംബു പാം. ഇത് ഇപ്പം കൊക്കോപീറ്റിലാണ് വന്നേക്കുന്നത്. കൊക്കോപീറ്റും കൊക്കോ ചിപ്സൊക്കെ ചേർന്നിട്ടുള്ള ഒരു മിക്സിലാണ് വന്നേക്കുന്നത്. പക്ഷെ അത് നമ്മൾക്ക് മണ്ണിലേക്ക് അങ്ങോട്ട് മാറ്റി നട്ടുവോ അല്ലെങ്കിൽ കൂടുതൽ പോട്ടി മിക്സൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് തന്നെ ലീഫൊക്കെ നല്ല വലുതായി നല്ല രസമായിട്ട് വരും കേട്ടോ. അതായത് ഇതിൻ്റെ അടിഭാഗം കണ്ടോ, നല്ല മുഴുത്ത് വരുന്ന നല്ല ഇതായിട്ട് വരുന്ന കണ്ടോ, അതുപോലെ നല്ല രസമായിട്ട് നല്ല തിക്കായിട്ട് വരും കേട്ടോ. നല്ല രസം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതെന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഫിലാഡെൻഡ്രോൺ വെറൈറ്റി, ഫിലാഡെൻഡ്രോൺ ഓക്സികാർഡിയം വേരിഗേറ്റഡ് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രസീൽ എന്ന് പറയും. ഫിലാഡെൻഡ്രോൺ വെറൈറ്റിയാണ്, ഹാങ്ങിങ് വെറൈറ്റി. നമ്മുടെ പോത്തോസൊക്കെ പോലെ സെറ്റ് ചെയ്യാൻ പാകത്തിന് നല്ല ഭംഗിയുള്ള പ്ലാന്റ് കേട്ടോ. ഈ 3 എണ്ണമാണ് നമ്മൾ ആദ്യത്തെ കോംബോയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാ ഇങ്ങനെ 500 മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ. 500 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇത് ഇത്രയും നല്ലൊരു കോംബോ ഒക്കെ ആയത് കാരണം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഫേൺ വെറൈറ്റികളൊക്കെ നമുക്ക് ഇൻഡോറിലേക്കൊക്കെ ഒന്ന് ഒരു ഒക്കേഷണലി നമുക്ക് എടുത്തൊക്കെ ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് ഈ നമ്മുടെ ഫേൺ വെറൈറ്റികളൊക്കെ. അപ്പോൾ ഇതിൻ്റെ നിദൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വന്നേക്കുന്നത്. ഒരു ബെഡ് നെസ്റ്റ് ഫേണിൻ്റെ ഒക്കെ ഏകദേശം ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇങ്ങനെ ബെഡ് നെസ്റ്റ് ഫേൺ അറിയാലോ, ഇങ്ങനെ ചെറിയ കിളിക്കൂട് പോലെ അടിയിൽ. അപ്പോൾ അതിൻ്റെ തന്നെ അതാണ് കേട്ടോ. അത് ഉള്ളിലേക്ക് നോക്കി ഒരു കിളിക്കൂട് പോലെയല്ലേ തോന്നുന്നത്. ഇങ്ങനെയുള്ള നല്ല വലിയ പ്ലാന്റാണ്. ഇത് വലിയ പോട്ടിലേക്കൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് നല്ലോണം വലുതായിക്കോളൂട്ട് പെട്ടെന്ന് തന്നെ. പിന്നെ നല്ല നനവ്, ഫേൺ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നനവ് കൊടുക്കണം കേട്ടോ. നല്ല എപ്പോഴും നനവായിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇലകൾക്ക് ചെറിയൊരു കരിച്ചിൽ വരും കേട്ടോ. ഇപ്പം നമുക്ക് ഇത് വന്നേക്കണ ആ ചൂടിൻ്റെ കൊണ്ട് ചെറുതായിട്ട് ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അപ്പം അത് നനവ് നന്നായിട്ട് കൊടുത്താൽ മതി കേട്ടോ. രണ്ടാമത്തെ ഈ കോംബോയിലുള്ള രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ നിയോൺ പോത്തോസ് ആണ്. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളത്. അപ്പോൾ ഈ 2 എണ്ണമാണ് കേട്ടോ ഈ കോംബോയിൽ വരുന്നത്. 450 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. 450, 450 പ്ലസ് കൊറിയറാണ് വരുന്നത് കേട്ടോ. താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ പ്ലാന്റുകളാണ് ഇന്ന് കാണിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഫിലാഡെൻഡ്രോൺ വെറൈറ്റി ഞാൻ കുറച്ച് പ്ലാന്റ്സ് വേഗം കാണിച്ചു പോട്ടെ. ഫിലാഡെൻഡ്രോൺ വെറൈറ്റിയുടെ
ഫ്ലോറിഡ സോറി ഫ്ലോറിഡ ബ്യൂട്ടി ഇതാ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് പിന്നെ നമ്മളുടെ സാൻസവേരിയ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ സാൻസവേരിയ 2 വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഉടനെ തന്നെ സാൻസവേരിയ വെറൈറ്റികളൊക്കെ കൊണ്ടുവരാം കേട്ടോ. കൂടുതൽ വെറൈറ്റി നമുക്ക് സാൻസവേരിയ ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഇതാണ്. ഇപ്പോൾ സാൻസവേരിയയുടെ ഇപ്പോൾ സ്റ്റോക്കിലുള്ളത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. സിൽവർ മിക്കാഡോ, പിന്നെ ബ്രെയിൻ ക്യാക്ടസ്, ഇതൊക്കെ നമ്മൾ പോട്ട് സൈഡായിരിക്കും ഇവിടെ വിടുന്നത്. പിന്നെ ഫേൺ വെറൈറ്റി അല്ല സോറി നമ്മളുടെ എയർ പ്ലാന്റ് ഒത്തിരി പേർക്ക് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയൊക്കെ നടണ്ടേന്ന്. മണ്ണ് ആവശ്യമില്ലാത്ത പ്ലാന്റ് തന്നെയാണല്ലോ. എപ്പോഴും ദാ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ ശ്രമിക്കണം കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ ഒരു മിസ്റ്റ് രീതിയിലുള്ള സ്പ്രേ കൊടുക്കുന്നതാണ് നല്ലത്, വെള്ളം കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ഉള്ളിൽ വെള്ളം തങ്ങി നിൽക്കാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ലീഫിൻ്റെ ഉള്ളിൽ വെള്ളം തങ്ങി നിൽക്കുമ്പോൾ ചെയ്യാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഹാങ് ചെയ്തിടുക അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇത് ചെയ്തിടുകയോ ചെയ്യണം കേട്ടോ. ഒന്ന് ടൈ ചെയ്തിടുകയോ ചെയ്യണം. അപ്പോൾ നനച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം തങ്ങി നിന്നിട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ പുറത്ത് തന്നെ സെറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് നോക്കി ഒന്ന് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റുകൾ നമ്മളുടെ ഫൈക്കസ് വെറൈറ്റി ഫൈക്കസ് റേഡിക്കൻസ് ഞാൻ എൻ്റെ പോട്ടിൽ സെറ്റ് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഈ രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് കട്ട് ചെയ്തൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. സെയിലൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ചോയ്സാണ്. പിന്നെ ഇത് എനിക്ക് ഇങ്ങനെയുള്ള പ്ലാന്റുകളെ കൂടുതൽ ഇഷ്ടം. പെപ്രോമിയ വെറൈറ്റി, പെപ്രോമിയ അങ്കുലാത്ത, വാട്ടർമെലൺ എന്നും പറയും. അങ്ങനെയും ഒരു ഐഡിയയിലേക്ക് വരുന്നുണ്ട്. അതാ ഇങ്ങനെ ഇതിൻ്റെ ആ ഇലകളുടെ ലീഫിൻ്റെ ആ പാറ്റേൺ കണ്ടോ, നല്ല രസമാണ്. ഇങ്ങനെ പെപ്രോമിയ വെറൈറ്റി ആയതുകൊണ്ടാണ് ആ പെപ്പറിൻ്റെ ഒരു ഇത് കണ്ടോ ഇങ്ങനെ കണ്ടുവരുന്നത് കണ്ടോ. അങ്ങനെ നമ്മളുടെ പെപ്രോമിയ വെറൈറ്റി നമുക്ക് ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് മാത്രമാണ് കേട്ടോ ഇപ്പോൾ സ്റ്റോക്കിലുള്ളൂ. ഇത് വേരിഗേറ്റഡ് വെറൈറ്റി. ബാക്കിയെല്ലാം 4 വെറൈറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ബാക്കിയെല്ലാം സ്റ്റോക്ക് കഴിഞ്ഞു. ഇത് മാത്രമാണ് പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ളൂ കേട്ടോ. ഒരു പോട്ടിൽ 3 എണ്ണമൊക്കെ ആയിരിക്കും. അപ്പോൾ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് വളർന്നു കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഒടിച്ചിട്ടൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ നോഡിൻ്റെ ഭാഗം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പിടിച്ച് കിട്ടും കേട്ടോ. പിന്നെ അഗ്ലോണിമ വെറൈറ്റി, അഗ്ലോണിമ ഓസാക്ക വൈറ്റ്, നല്ല പ്ലാന്റാണ്. നമ്മൾ വൈറ്റ് ഏഞ്ചിലൊക്കെ ചെയ്ത പോലെ നല്ല അടിപൊളി പ്ലാന്റാണ്. ഇത് കണ്ടോ, നന്നായിട്ട് വേരൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വലുതാവുന്ന പ്ലാന്റാണ് കേട്ടോ. കട്ട് ചെയ്തും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. തൈകളൊക്കെ വരാൻ കുറച്ച് താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ധൈര്യമായിട്ട് കട്ട് ചെയ്യാം. ഈ നന്നായിട്ട് ആ കടഭാഗം ഉണ്ടല്ലോ, മുട്ട കടഭാഗം അവിടെ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. പെട്ടെന്ന് കട്ട് ചെയ്യണ്ട, ഒന്നുകൂടി കൂടിയൊക്കെ ഹൈറ്റ് വെച്ചിട്ട് നല്ല പെട്ടെന്ന് വലുതാവണം. നല്ല രസമാണ് കേട്ടോ. സ്റ്റെമ്മ് വൈറ്റ് ആയിരിക്കും. പിന്നെ ഇക്സോറ വെറൈറ്റി കുറച്ച് മാത്രം സ്റ്റോക്കിലുണ്ട്. ഇതാ ഒരു എന്താ പറയുക ഇതിന് കളറ് ഓറഞ്ചിൻ്റെ പല ഷെയ്ഡ്, 2 ഷെയ്ഡായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു ഷെയ്ഡ് കാണുന്നത് ഇത് കണ്ടോ, ഇതും ഇതും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡും പിന്നെ ഒരു സ്റ്റെമ്മ് റെഡും ആയിരിക്കും കേട്ടോ. അങ്ങനെയായിരിക്കും വരുന്നത്. ഇത് ചെയ്തേക്കുന്നതല്ല കേട്ടോ, ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതല്ല. ഒരു തൈ റെഡായിരിക്കും, ബാക്കി 2 തൈകൾ ഇങ്ങനെയായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ 2 തൈ ഇതായിരിക്കും റെഡായിരിക്കും, അല്ലെങ്കിൽ ഒരു തൈ ഇതായിരിക്കും ഈ കളറായിരിക്കും. 3 തൈകൾ ഉണ്ടായിരിക്കും കേട്ടോ, 3 പ്ലാന്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ 3 ആക്കി മാറ്റി നടാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനൊരു പ്ലാന്റ് ഇത് കാണിച്ചിട്ട്, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് മോൺസ്റ്റേറ ഡെലീസിയോസ. നമുക്ക് ഇൻഡോറിലേക്ക് ഏറ്റവും സുഖമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റാണ്. ഈ സൈസിലുള്ള പ്ലാന്റുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി പേർക്ക് ഇതിനെക്കുറിച്ച് പല പല കാര്യങ്ങൾ അറിയാം. എനിക്ക് പുതിയതായിട്ട് കിട്ടിയ ഒരു അറിവാണ് ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണെന്നുള്ളത്. എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി. ഇതിങ്ങനെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുന്ന പ്ലാന്റ് ആണല്ലോ. ഇതൊരു മെക്സിക്കൻ വെറൈറ്റിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നാട്ടിലേക്കൊക്കെ വന്നേക്കുന്നതാണ്. ഫ്രൂട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെയും ജാക്ക് ഫ്രൂട്ടിൻ്റെയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റുള്ള ഫ്രൂട്ട് അതിലുണ്ടാവും. അത് പച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ അത് ടോക്സിക്കാണ്. പക്ഷേ അത് നന്നായിട്ട് പഴുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്രൂട്ടും കൂടെയാണ്. ഇത് സദേൺ മെക്സിക്കോയിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഇത് ഇങ്ങനെയുള്ള ഒരു നമ്മുടെ നാട്ടുവൈദ്യമൊക്കെ പോലെ വിഷചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പ്ലാന്റാണ്. അതിൻ്റെ വേരൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റും കൂടെയാണ്. അപ്പോൾ ഒരു ചെറിയൊരു അറിവും കൂടെ കിട്ടിയില്ലേ. നമ്മൾ ഇതുവരെ എനിക്കതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഡെലീസിയോസ് ഒത്തിരി നാളുകളായിട്ട് നമ്മുടെ കൈക്കൂടെ വരുന്നതാണ്. പക്ഷെ ഇത് ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇപ്പോൾ അറിയുന്നത്. അപ്പോൾ അത് എന്താ പറയുക, ഒരു നമ്മളുടെ നല്ല തണുപ്പൊക്കെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ
ഫ്രൂട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. നമ്മുടെ നാട്ടിലുണ്ടാവുമെന്ന് എനിക്ക് സംശയം. കാരണം ചൂടൊക്കെ ഇച്ചിരി കൂടുതലല്ലേ. അപ്പോൾ കുറച്ച് ഇതൊക്കെയുള്ള ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണെങ്കിൽ ഫ്രൂട്ടൊക്കെ ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഈ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിലുണ്ട്. ഒരു 2-3 പ്ലാന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് സ്റ്റിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നമുക്ക് ഇൻഡോറിലേക്ക് ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ നല്ലൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു ക്ഷീണം വന്നേക്കുവാണ്. അല്ലെങ്കിൽ ഞാനത് കാണിച്ചു തരാമായിരുന്നു. നല്ല വലിയ പ്ലാന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിലും വിളിച്ചോളൂ കേട്ടോ. ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.